Hi friends, I am Usha. Stitching video machine stitching pattern questions എങ്ങനത്തെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഷീൻ ഏതാണ് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടിട്ടുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ 2 സ്വിങ് മെഷീനാണ് യൂസ് ചെയ്യാറ്. ഒന്ന് ushajanome അതുപോലെ തന്നെ ജാക്ക് F4ന്റെ സ്വിങ് മെഷീനുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 മെഷീൻസിനും അതിൻ്റേതായ നല്ല അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ ഒരു സ്വിങ് മെഷീൻ സെലക്ട് ചെയ്യാന്നുള്ളൊരു കാര്യം കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 മെഷീൻ്റെയും റിവ്യൂവും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്വിങ് മെഷീൻ, ushajanome അല്ലൂറിൻ്റെ ആണ്. ഇതൊരു 4 വർഷം മുന്നേ ലുലുവിന് മേടിച്ചതാണ്. അന്ന് ഇതിന് 12,000 രൂപയായിരുന്നു ആയത്. ഇപ്പം എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. അന്ന് 12,000 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. ഇതുവരെയായിട്ടും പക്ഷെ ഒരു കംപ്ലൈൻറ്റും ഈ ഒരു മെഷീന് വന്നിട്ടില്ല. പക്ഷെ ഞാൻ ആ മേടിച്ചിടയ്ക്ക് എന്നോട് കുറേ പേര് പറഞ്ഞായിരുന്നു ഇത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോവും, ആരുടെയൊക്കെയോ കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഇതുവരെയായിട്ടും ഒരു പ്രശ്നവും വന്നിട്ടില്ല. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണ ഭാഗത്തായിട്ട് അധികം വലിയ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടായിരിക്കും, നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിയ ഫിനിഷിങ് വരില്ല എന്നൊക്കെ എന്നോട് കുറച്ച് പേര് പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വഴങ്ങി കിട്ടും, ഒരു പ്രശ്നവും ഇല്ല. ഈ മെഷീൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സുകൾ നമുക്ക് നല്ല റെഡിമെയ്ഡ് ലുക്കിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരൊറ്റ മെഷീൻ കൊണ്ട് തന്നെ നമുക്ക് പല ടൈപ്പ് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് ബട്ടൺസ് ഹോൾ പിടിപ്പിക്കാം, അതുപോലെ തന്നെ ബട്ടൺസ് പിടിപ്പിക്കാം, അതുപോലെ ഓവർലോക്ക് ചെയ്യാം. അങ്ങനെ പല ടൈപ്പ് എംബ്രോയിഡറി തന്നെ നമുക്ക് ഈ ഒരു മെഷീനിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ എൻ്റെ അടുത്ത് ചിലവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായി ഈ സെയിം മെഷീൻ മേടിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അറിയുള്ളൂ, അല്ലാണ്ടുള്ള സ്റ്റിച്ചിങ് പാറ്റേൺസ് ഒക്കെ അറിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു. അതൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ആദ്യത്തെ കുറച്ച് നാളത്തേക്കും എനിക്കും വലിയ പിടിയൊന്നും ഉണ്ടായില്ല. പക്ഷെ ആദ്യം തന്നെ ഞാനിത് അറിയാൻ ശ്രമിച്ചായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ഡിസ്കും കൂടി കിട്ടുന്നുണ്ട്. പക്ഷെ ആദ്യമൊക്കെ ഞാനത് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഫസ്റ്റ് നമുക്ക് തന്നെ ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഡ്രസ്സൊക്കെ ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നീടായിരുന്നു ഞാനിതിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സും ഞാൻ പഠിച്ചത്. അപ്പോൾ പഠിച്ചെടുത്ത ടൈമിൽ എനിക്ക് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. മിക്ക ഡ്രസ്സുകളും ഞാൻ എംബ്രോയ്ഡറി ഒക്കെ ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ ഇനി അധികം വൈകിക്കാണ്ട് മെഷീൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയാം. ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നൂലിട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ബോബിന് നൂല് ചുറ്റി കൊടുക്കുന്ന ഭാഗമാണ്. പിന്നെ നമുക്ക് നൂലിട്ട് കൊടുക്കാനായിട്ട് ഇവിടെ നല്ല കറക്റ്റായിട്ട് ആരോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നൂലിട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ എല്ലാ സ്റ്റിച്ചിങ് പാറ്റേണും ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 1 2 3 4 എന്ന് ആരോ ഇട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഈസി ആയിട്ട് നമുക്ക് നൂലിട്ട് കൊടുക്കാൻ പറ്റും. ഈ സെലക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൽ ഓരോ പാറ്റേണും നമ്മൾ സെലക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ മെഷീൻ്റെ സൈഡിൽ കാണിച്ചിരിക്കുന്ന ഈ 14 രീതിയിൽ നമുക്ക് ഈ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിലാണ് നമ്മൾ നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് നമുക്കൊന്ന് റിവേഴ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അറ്റമൊക്കെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കണമെങ്കിലും ആ റിവേഴ്സ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ സൈഡിലുള്ള ഈ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഫുഡ് കൺട്രോളിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോബിനിൽ നൂല് ചുറ്റിയെടുക്കാനായിട്ട് പറ്റും. ബോബിനിൽ നൂല് ചുറ്റിക്കഴിഞ്ഞിട്ട് ഇതുപോലെ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. പിന്നെ ഒരു സൈഡിലായിട്ട് ഒരു ഗ്ലേറ്റും വരുന്നുണ്ട്. പിന്നെ സാധാരണ മെഷീൻ്റെയൊക്കെ പ്രഷർ ഫൂട്ട് ബാക്കിലായിട്ടായിരിക്കും വരുന്നത്. ഇതൊരു സൈഡിലായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതുപോലത്തെ 4 പ്രഷർ ഫൂട്ട് നമുക്ക് ഈ മെഷീൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. സാധാ സ്റ്റിച്ചിങ്ങിനും സിക്സാക്കിനും ബട്ടൺസിനും പിന്നെ സിബ് വയ്ക്കാനുള്ള ഫൂട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ്.
പിന്നെ ഈ ഒരു പോർഷനിലായിട്ട് ആ പ്രഷർ ഫുഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഏത് ടൈപ്പിലുള്ള ഡിസൈൻസും, അതായത് ഫ്ലവേഴ്സ്, ലീവ്സ്, അങ്ങനെയുള്ള എന്ത് വേണേലും നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതാണ് ഈ മെഷീൻ്റെ ഫുഡ് കൺട്രോൾ. ഇതാണ് ഈ ഫുഡ് കൺട്രോളിൻ്റെ പ്ലഗ്. ഇത് ഈ ഒരു സൈഡിൽ കുത്തി കൊടുത്തിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ പ്ലഗും സ്വിച്ച് ബോക്സിൽ കുത്തി ഓൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പ്ലഗ് കുത്തിയിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ വർക്കിംഗ് ആവും. പിന്നെ നമുക്ക് ഈ ഒരു മെഷീൻ്റെ ഒരു ഭാഗം നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ ബോക്സ് പ്ലീറ്റിൻ്റെ മിഡിയൊക്കെ ആണെങ്കിൽ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് റൗണ്ടിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു പോർഷനിലായിട്ടാണ് ഇതിൻ്റെ കേസും ബോബിനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ജസ്റ്റ് ഇതങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അഴിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു പോർഷനിലാണ് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഈ ഒരു മെഷീൻ്റെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു മെഷീൻ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ബട്ടൺസ് ഹോൾ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സ്റ്റിച്ചിങ് അഴിക്കാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവിസിബിൾ സിബൊക്കെ അറ്റാച്ച് ചെയ്യാനായിട്ട് ഈ ഒരു പ്രഷർ ഫൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നമുക്ക് ബട്ടൺസ് ഹോളും ബട്ടൺസും വെക്കാനായിട്ടാണ്. ഇത് സിക്സാക്ക് ചെയ്യാനായിട്ടുള്ള പ്രഷർ ഫൂട്ടാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ ഫ്രോക്ക്, ഗൗണ്, അതിൻ്റെയൊക്കെ അടിഭാഗം നല്ല നീറ്റായിട്ട് നമുക്ക് സിക്സാക്ക് ചെയ്തെടുക്കാനായിട്ട് വരും. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇത് ഡാർണിങ് പ്ലേറ്റ് ആണ്. ഇത് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ബട്ടൺസ് ഹോളൊക്കെ വെക്കുമ്പോൾ ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്ന ഒരു പ്ലേറ്റ് ആണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ടിരിക്കും. പിന്നെ ഈ മെഷീൻ സൂചി ഒരു പാക്കറ്റും ഉണ്ടാവും. പിന്നെ ഇത് നമുക്ക് മെഷീനിലെ എന്തെങ്കിലും സ്ക്രൂ അഴിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ചിലപ്പോൾ അഴിക്കേണ്ട വരും, ക്ലീൻ ആക്കാനും അതുപോലെ തന്നെ ഓയിലിങ് ചെയ്യാനൊക്കെ അഴിക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ആയിട്ട് അഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൂളാണ്. ഇത് ഹെം ഗൈഡാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു മെഷീൻ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഈ ചെറിയൊരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ എടുക്കാൻ പറ്റും. അതെടുത്തിട്ട് അവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ അഴിച്ചെടുക്കാനായിട്ട് പറ്റും. നമുക്കിതിൻ്റെ പ്രഷർ ഫുഡ് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഈ ഒരു മെഷീൻ്റെ ഒപ്പം 4 പ്രഷർ ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒരുപാട് ടൈപ്പ് പ്രഷർ ഫുഡ് ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്ലീറ്റഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാനും പൈപ്പിംഗ് ചെയ്യാനൊക്കെ പറ്റിയ പ്രഷർ ഫുഡ്സ് ഉണ്ട്. അത് ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രഷർ ഫുഡ് താഴത്തേക്ക് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രഷർ ഫുഡാണ്. ഇതിലുള്ള എല്ലാ സ്റ്റിച്ചിങ് പാറ്റേണും നമ്മൾ ഈ ഒരു ഒറ്റ പ്രഷർ ഫുഡിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമുക്കിത് തിരിച്ചു വെക്കാനും നല്ല ഈസിയാണ്. നമ്മൾ ആ ഒരു പ്രഷർ ഫുഡ് ഇരിക്കുന്ന ഭാഗത്തിൻ്റെ താഴത്തായിട്ട് കറക്റ്റായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് താത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ പ്രഷർ ഫുഡ് ഫിക്സായി കിട്ടും. ഇതാണ് ത്രെഡ് ടെൻഷൻ. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മെഷീൻ എങ്ങോട്ടും മാറ്റണമെങ്കിലോ എടുക്കണമെങ്കിലൊക്കെ നമുക്ക് ഇതിൽ പിടിച്ച് മാറ്റാവുന്നതാണ്. ഈ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും മെഷീൻ കൊണ്ടുപോകണമെങ്കിലോ അല്ലെങ്കിൽ എടുത്ത് വെക്കണമെങ്കിലോ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ ഏകദേശം ഈ മെഷീൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി മെഷീൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ 2 മെഷീൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് ലെങ്തി ആയി പോവാണ്. അതുകൊണ്ടാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ വാങ്ങുന്നതെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെഷീനാണിത്.
ഈ ഒരു മെഷീനിൽ തന്നെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഈ മെഷീൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നല്ല ഈസിയാണ് ഈ ഒരു മെഷീൻ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സുകൾക്ക് നല്ലൊരു റെഡിമെയ്ഡ് ലുക്ക് കൊടുക്കാനും ഈ ഒരു മെഷീൻ നല്ല യൂസ്ഫുള്ളാണ്. 12,000 രൂപയ്ക്ക് ഈ ഒരു മെഷീൻ എനിക്ക് ഒട്ടും നഷ്ടമായിട്ട് തോന്നുന്നില്ല. ഈ ഒരു മെഷീനിൽ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതുവരെ 4 വർഷമായിട്ടും ഇതിൽ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. മെഷീൻ മേടിക്കാനിരിക്കുന്ന ഒരുപാട് പേര് എന്നോട് കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചിരുന്നു ഏത് മെഷീനാണ് മേടിക്കേണ്ടതെന്ന്. അപ്പോൾ അവരവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു മെഷീനാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി കൂട്ടാനും ഈ ഒരു മെഷീന് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഈ മെഷീന് ഒരുപാട് ബൾക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് പുറത്തേക്ക് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലേക്കോ ആണെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പവർ മെഷീൻ മേടിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ജാക്കിൻ്റെ F4 എന്ന് പറയുന്ന പവർ മെഷീനാണ്. ഈ ഒരു മെഷീൻ കണ്ടിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഇതിൽ ഓവർലോക്ക് ചെയ്യാമോ, ഇതിൽ എംബ്രോയിഡറി പാറ്റേണൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ അതൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. സാധാ സ്റ്റിച്ച് മാത്രമാണ് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു മെഷീനിൽ നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഏത് ടൈപ്പ് ക്ലോത്ത് ആണെങ്കിലും ഇപ്പോൾ ജീൻസ്, കട്ടിയുള്ള ജീൻസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു പാടുണ്ടാവും. പക്ഷേ ഇതിൽ എല്ലാം നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല ഇതിന് സൗണ്ടും നല്ല കുറവാണ്. ഉഷയുടെ ആദ്യം കാണിച്ച മെഷീനും അത്യാവശ്യം സൗണ്ട് കുറവാണ്, പക്ഷേ ഇതിന് അതിലും സൗണ്ട് കുറവായിട്ടാണുള്ളത്. ഈ മെഷീനിൽ പ്ലഗ് കുത്തിയിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓൺ ആവും. മെഷീൻ ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൂചി താഴെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് മുകളിലേക്ക് വരും. പിന്നെ ഈ ഒരു മെഷീനും സ്റ്റിച്ച് ചെയ്യണ ഭാഗത്തായിട്ട് ഒരു ലൈറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മെഷീനിലെ ലൈറ്റ് കാരണം ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു വെളിച്ചക്കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ മെഷീൻ ഓഫ് ചെയ്തിട്ടാണ് ബാക്കി ഫീച്ചേഴ്സ് ഇതിൻ്റെ പറയുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് നൂലിട്ട് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് ഇതുപോലെ താഴത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ കറക്കി ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് കയറ്റി ഇവിടെ നിന്ന് താഴത്തേക്കാണ് നമ്മൾ നൂലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ നൂലിടുന്ന വീഡിയോയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തിരിച്ച് നമുക്കിതിൻ്റെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ചിൻ്റെ സ്പീഡ് കൂട്ടാമെന്ന് നോക്കാം. നമ്മുടെ ഈ മെഷീനിൽ ഓണാക്കി കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പ്ലസും മൈനസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെഷീൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതിൽ നമുക്ക് 40 വരെ സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ സാധാരണ 21, 22 ഇട്ടിട്ടാണ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാറ്. പിന്നെ ഈ നെയ്റ്റി, പർദ്ദ അങ്ങനെയൊക്കെ ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സ്പീഡിന് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിലും ഇത് നല്ല സ്പീഡിൽ നമുക്ക് ഇട്ടിട്ട് വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടൊക്കെ നമുക്ക് പറ്റും. പിന്നെ ഈ മെഷീനിൽ നൂല് കട്ട പിടിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ മുകളിലേക്ക് നമുക്ക് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂല് കട്ട പിടിച്ചത് മാറിക്കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വാങ്ങാൻ പോയപ്പോൾ അവർ പറഞ്ഞു തന്നതാണ്. ഞാൻ മേടിച്ചിട്ട് ഇതുവരെയായിട്ടും എൻ്റെ നൂല് കട്ട പിടിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുമില്ല. പിന്നെ നമ്മൾ ഈ മെഷീനിൽ ഇടയ്ക്കിടയ്ക്ക് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അടിയിൽ ചെറിയൊരു ഓയിൽ ടാങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മെഷീനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഓയിൽ കയറുന്നുണ്ട്. ഇതിൻ്റെ താഴെയായിട്ടാണ് ഇതിൻ്റെ ടാങ്ക് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഇതിൽ പിടിച്ച് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടാങ്ക് കാണാൻ പറ്റും. ഇത് തീരുന്നതനുസരിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അത് പെട്ടെന്നൊന്നും തീരുന്നില്ല, കുറേ നാൾ പിടിച്ചിട്ടാണ് തീരുള്ളൂ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫുഡ് കൺട്രോൾ. പിന്നെ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രഷർ ഫുഡ് പൊക്കുന്നതും താത്തുന്നതൊക്കെ. നമ്മൾ മെഷീനിൽ ഇരുന്നിട്ട് കാലുകൊണ്ട് ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പ്രഷർ ഫുഡ് ഇതുപോലെ നമുക്ക് പൊക്കുകയും താത്തുകയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ബോബിനിൽ നൂല് ചുറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് നൂലെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഹോളിലേക്കൂടെ കയറ്റി ഇതിലൂടെ എടുത്ത് നമുക്ക് ബോബിൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഷീനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോബിനിൽ നൂല് ചുറ്റിയെടുക്കാനായിട്ട് പറ്റും.
ബോബിനിൽ നൂല് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ്സും ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബോബിനിൽ നൂല് ചുറ്റി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. പിന്നെ ഇത്ര ഐറ്റംസാണ് നമ്മൾ ഈ ഒരു മെഷീൻ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എന്തെങ്കിലും അഴിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അഴിച്ചെടുക്കാനുള്ളൊരു ടൂളാണ്. പിന്നെ ഒരു കത്രികയുണ്ട്, പിന്നെ 2 പ്രഷർ ഫൂട്ടുണ്ട്. ഈ 2 പ്രഷർ ഫൂട്ടിൻ്റെയും ഒരു സൈഡ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇൻവിസിബിൾ സിപ്പ് വയ്ക്കാനും അതുപോലെ തന്നെ പൈപ്പിംഗ് ചെയ്യാനും ഈ 2 പ്രഷർ ഫൂട്ട് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ 3 സൈസിലുള്ള സ്ക്രൂ ഡ്രൈവറും നമുക്ക് ഇതിനൊപ്പം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്തൊക്കെ നൂല് കട്ട് ചെയ്യാനും ഒരു പ്ലക്കറും കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പെട്ടി നൂലും 10 ബോബിനും നമുക്ക് ഈ ഒരു മെഷീൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു മെഷീൻ മേടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടുന്നത്. ഈ ജാക്ക് F4 സ്വിങ് മെഷീൻ ഞാൻ ബ്രോഡ്വേയിലെ KC പപ്പ് ആൻഡ് സൺസ് എന്ന ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. 16,700 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു മെഷീൻ വാങ്ങിയത്. നിങ്ങൾ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഷോപ്പുള്ളവരാണെങ്കിലോ ഇതുപോലത്തെ മെഷീൻ വാങ്ങിക്കാനായിരിക്കും ഏറ്റവും നല്ലത്. ഇതിലും കൂടുതൽ ഫീച്ചേഴ്സുള്ള പവർ മെഷീനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പിൽ ചെന്നാൽ കാണാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഈ 2 മെഷീനെ പറ്റിയും ഏകദേശം എല്ലാം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക്, ഇപ്പോൾ അതായത് നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ഈ അല്ലൂറിൻ്റെ ഉഷാജാനോമിൻ്റെ സ്വിങ് മെഷീൻ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരൊറ്റ മെഷീനിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഷോപ്പുള്ളവരോ ആണെങ്കിൽ ഇതുപോലത്തെ പവർ മെഷീൻ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി 2 മെഷീൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മെഷീൻ വാങ്ങാനിരിക്കുന്നവരും അതുപോലെ തന്നെ മെഷീൻ ഉള്ളവരും ആ വീഡിയോയും കൂടി കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.